ഹായ്. നമ്മൾ ഈ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെയും ഭിന്നശേഷിക്കാരെയും കമ്പ്യൂട്ടറിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാമെന്നാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ കമ്പ്യൂട്ടർ? സിമ്പിളായി ഒന്ന് പറയുമോ? എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന് മുമ്പ് താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടണും ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ എങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. കമ്പ്യൂട്ടറൈസ് അല്ല, വേണ്ട, നമുക്ക് മലയാളത്തിൽ നോക്കാം. കമ്പ്യൂട്ടർ എന്നത് ഇൻപുട്ട് ഉപകരണങ്ങളിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഉപകരണങ്ങളിലൂടെ പുറത്തേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെ പറ്റി ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. പ്രോസസ്സിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസ് വേണം. ആപ്പിൾ ജ്യൂസ് എന്നത് ഇവിടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻപുട്ട് എന്താണ്? ആപ്പിള്, അതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്. എന്നാൽ ഇവിടുത്തെ പ്രോസസ്സ് എന്താണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രോസസ്സിലോട്ട് അടക്കുമ്പോൾ ആപ്പിള് എന്തൊക്കെ വേണ്ട വെച്ചാൽ നമ്മൾ എടുത്ത് മിക്സിയിൽ ജ്യൂസ് അടിക്കുകയാണ്, മിക്സ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇതേ രീതിയിൽ ഇൻപുട്ട് ഉപകരണങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റകൾ സ്വീകരിച്ച് അത് പ്രോസസ്സ് ചെയ്യാൻ സിസ്റ്റം യൂണിറ്റ് ഉണ്ടാകും. ശേഷം ഔട്ട്പുട്ട് നമുക്ക് മറ്റു ഉപകരണങ്ങളിൽ നിന്നും കിട്ടുന്നു. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യം, അതിവേഗത അഥവാ ഹൈ സ്പീഡ്. കണക്കുകൾ, വലിയ ഡാറ്റകൾ എന്നിവയെല്ലാം നിമിഷങ്ങൾ കൊണ്ട് തന്നെ ചെയ്തു തീർക്കുന്നതാണ്. രണ്ടാമത്തത് കൃത്യത അഥവാ ആക്യുറസി. നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞു, കൊടുത്ത ഡാറ്റ ശരിയാണെങ്കിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് വളരെ കൃത്യമായിരിക്കും. മൂന്നാമത്തത് സ്റ്റോറേജ് കപ്പാസിറ്റി അഥവാ സംഭരണ ശേഷി. നമ്മുടെ കമ്പ്യൂട്ടറിന് വിപുലമായ ഒരു സംഭരണ ശേഷിയാണ്. ചെയ്യുന്നത് നമുക്ക് വേണ്ട ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യും. ഫ്ലോപ്പി, CD, പെൻഡ്രൈവ് തുടങ്ങിയ ഡാറ്റയിൽ നിന്നും കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതുമാണ്. നാലാമത്തത് ഡിലിഗൻസ് അഥവാ ഉത്സാഹം. നമ്മളെ മനുഷ്യർക്ക് ഒരു കാര്യം തന്നെ കൂടുതൽ നേരം ചെയ്യാൻ മടുപ്പായിരിക്കും. എന്താ പറയുക, ഒരു ചടുപ്പ്, ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കമ്പ്യൂട്ടർ അങ്ങനെയല്ല. ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും കൃത്യതയോടെ ചെയ്യാൻ കഴിയും. അടുത്തത് വെർസറ്റൈൽ അഥവാ ബഹുമുഖ പ്രതിഭ. നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും ബില്ല് എഴുതാനും തുടങ്ങിയ ഏത് പ്രക്രിയയും വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്നു. അടുത്തത് ഓട്ടോമാറ്റിക്. നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകൾക്ക് വിധേയമായി ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിൻ്റെ പ്രവർത്തനം ചെയ്തു തരുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗുണങ്ങൾ നോക്കുന്ന സമയം തന്നെ അതിൻ്റെ ദോഷങ്ങളും നമ്മൾ അറിയണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം പൊല്യൂഷനാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ. കമ്പ്യൂട്ടർ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകൾക്കും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ആയാലും TV ആയാലും ഒരു വേസ്റ്റ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്.
അതാണ് പ്രധാനമായ ദോഷം. അടുത്തത്, നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്കിനെ അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. ഒരു തീരുമാനം കമ്പ്യൂട്ടറിന് സ്വയം എടുക്കാൻ കഴിയില്ല. നമ്മുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടറിന് പൊതുവെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അടുത്ത പറയുന്നു, ഇന്ദിര എന്ന സിനിമയിലെ റോബോട്ട് പറയുന്ന പോലെ കമ്പ്യൂട്ടറിന് ഫീലിംഗ് ഇല്ല, രുചി അറിയില്ല, മണം അറിയില്ല. അതേപോലെ തന്നെ വലിയ ടാസ്ക് ചെയ്യുന്നു, ഉപയോക്താവ് മാറിയാലും കമ്പ്യൂട്ടറിന് അത് തിരിച്ചറിയാൻ കഴിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞ ഗുണങ്ങളും ദോഷങ്ങളും എൻ്റെ ഒരു അറിവനുസരിച്ചാണ്. ചിലപ്പോൾ ഇനിയും ഉണ്ടാവാം. നന്ദി, നമസ്കാരം.